എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മഴ സമയത്തും നമ്മുടെ നേഴ്സറി ബഡ് റോസിലൊക്കെ നല്ലവണ്ണം പൂക്കളുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് അതിനെ കെയർ ചെയ്താൽ മാത്രം മതി. നല്ല കട്ട കുത്തി പെയ്യുന്ന മഴ സമയത്തൊക്കെ നമ്മുടെ റോസയൊന്ന് ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്നാൽ ഒരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണമായിരിക്കണം മാറ്റി വെക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞ ഇലകളായിട്ട് പൊഴിഞ്ഞു പോവുകയും കമ്പുകൾ കറുത്തു പോവുകയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കമ്പുകൾ കറുത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഭാഗം കട്ട് ചെയ്ത് വിടുക. അവിടേക്ക് മഞ്ഞൾപ്പൊടിയോ സാവോ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് മഴ കൊള്ളിക്കാൻ വെക്കരുത്, ഒന്ന് മാറ്റി സൈഡിലോട്ട് വെക്കണം. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ തൊട്ട് താഴെ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുകുളങ്ങൾ, നല്ല ലീഫുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇലകളൊക്കെ മഞ്ഞ നിറമായിട്ട് പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയിൽ നമ്മൾ അന്നേരവും ഇതുപോലെ നമ്മുടെ റോസാ ചെടിയൊക്കെ നല്ലപോലെ പ്രൂൺ ചെയ്ത് നിർത്തണം. പ്രൂൺ ചെയ്ത് നിർത്തുമ്പം തന്നെ പിന്നീട് വരുന്ന ആ പുതിയ തളിർപ്പുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തളിർപ്പുകളും അതിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ആ പുതിയ തളിർപ്പുകൾ വരുന്ന ആ സമയത്ത് ലീഫൊക്കെ ഒന്ന് ചെറുതായിട്ടായി കഴിയുമ്പോൾ നമുക്ക് എക്സോഡസോ അല്ലെങ്കിൽ വെളുത്തുള്ളിയും വേപ്പെണ്ണ മിശ്രിതമോ മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയും വേപ്പെണ്ണയാണെങ്കിൽ 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു 5 മില്ലി വേപ്പെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എക്സോഡസ് ആണെങ്കിൽ മാക്സിമം 1.5 അല്ലെങ്കിൽ 2 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മഴയില്ലാത്ത സമയം നോക്കി വൈകുന്നേരങ്ങളൊക്കെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലത്. ഒരുപാട് മുരടിപ്പൊക്കെ ഉള്ളതാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമ്മുടെ റോസാ ചെടി ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അതുപോലെ തന്നെ റോസാ ചെടി മുരടിപ്പൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും നല്ലപോലെ പുതിയ ലീഫ് വരുന്നതിനൊക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് കിട്ടാനായിട്ടും ഒത്തിരി പൂക്കൾ ഉണ്ടാവാനായിട്ടും ഒക്കെ ഉള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം. അതിനായിട്ട് ഒരു കുടം വെളുത്തുള്ളി എടുക്കുക. ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി, അതിലേക്ക് ആര്യവേപ്പിൻ്റെ ഇല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മെഡിസിൻ വാല്യുള്ള ഇലയാണ് എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് ഒരു അരക്കപ്പ് തൈരും കൂടെ വേണം കേട്ടോ. അരക്കപ്പ് എന്ന് പറയുമ്പോൾ കുഞ്ഞിക്കപ്പാണ്, ഏകദേശം 2 വലിയ ടേബിൾ സ്പൂൺ വരും, അത്രയും തൈര് വേണേ. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലൊരു പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, ഈ ഒരു 2-3 ലീഫ് ആര്യവേപ്പില എടുക്കണം കേട്ടോ. അത് 2-3 തണ്ട് ആര്യവേപ്പില എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ തൈരും ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ അരച്ചെടുത്ത മിശ്രിതമാണ് നമ്മൾ ഇനിയും എന്താ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഇതുപോലെ കലക്കി നമ്മുടെ സ്പ്രെയറിനകത്താക്കി ഊറ്റി കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പ്രെയർ അതിലിങ്ങനെ ഈ അംശമൊക്കെ തങ്ങിയിരുന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. നമുക്ക് എന്തായാലും സ്പ്രേ ചെയ്താണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട രീതിയിൽ അതിൻ്റേതായിട്ട് രീതിയിൽ കൊടുത്താൽ മാത്രമേ നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തുണിയിലോ അല്ലെങ്കിൽ നല്ല ചെറിയ കണ്ണിയുള്ള അരിപ്പയിലോ അരച്ചെടുക്കുക. ഏറ്റവും നല്ലതായിട്ട് പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ തുണിയിൽ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് അരിപ്പയെന്ന് പറഞ്ഞാൽ തീർത്തും ചെറിയ അരിപ്പയാണ്. അപ്പോൾ അതിനകത്തേക്ക് അരിച്ചു കഴിഞ്ഞാലായിട്ട് നമുക്ക് അധികം ഇതൊന്നും ഇല്ലാതെ കിട്ടും, വേസ്റ്റൊന്നും അധികം വരത്തില്ല. അപ്പോൾ എൻ്റെ ഒരു വലിയ സ്പ്രെയറും ആയതുകൊണ്ട് കുഴപ്പമില്ല. കുപ്പിയിലൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ തുണിയിൽ അരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരു 3-4 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ വെള്ളം കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യണം. പിന്നെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒരു 3/4 ലിറ്റർ, മാക്സിമം 1 ലിറ്റർ എന്ന കണക്കിന് നമ്മളൊരു കുപ്പിയിലാക്കി സ്പ്രെയറിനകത്താക്കി നമ്മുടെ റോസാ ചെടികളുടെ ഇലകളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് പച്ചമുളക് തൈ, പച്ചക്കറി തൈ ഒക്കെ ഇല്ലേ, അതിൻ്റെ ഇലകളിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതുപോലുള്ള സ്പ്രെയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ചെറിയ കണ്ണി കുറഞ്ഞ് തീർത്തും ചെറിയ ഹോളുള്ള അരിപ്പയിൽ നമുക്ക് അരിച്ചിട്ട് നമുക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു വെയിൽ കാണുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കാറ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും മഴ സമയത്ത് ചെയ്യരുത്. വെയിൽ കാണുന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വളർച്ചയും അതുപോലെ തന്നെ വരുന്ന ആ ഒരു മുരടിപ്പൊക്കെ മാറി പിന്നീട് വരുന്ന പുതിയ ലീഫുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫുകളായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ റോസാ ചെടി തന്നെയല്ല കേട്ടോ, ഏത് ചെടിയും ഹെൽത്തി ആയിട്ട് വരും. പ്രത്യേകിച്ച് നേഴ്സറി ബഡ് റോസിനെ കുറിച്ച് ഞാൻ എടുത്തു പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചെടിയും നമ്മുടെ റോസയാണ്. അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് നശിച്ചു പോകുന്നത്, നമ്മൾ ശ്രദ്ധിക്കാൻ നശിച്ചു പോകുന്നത് റോസയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്.